നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് സയൻസ് ഗ്രാജുവേറ്റ് ആയ വുമൺ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നൽകുന്ന ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അതായത് വൈസ് കിരൺ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്നാണ് ഈ ഇന്റേൺഷിപ്പിന്റെ പേര്. പേറ്റന്റ് ഫെസിലിറ്റേറ്റിംഗ് സെന്റർ ഓഫ് ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റ് കൗൺസിൽ, അതായത് TIFAC, അവരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രോജക്റ്റിന്റെ ഉദ്ദേശം തന്നെ സയൻസ് ഗ്രാജുവേറ്റ് ആയ പല ലേഡീസും ഡൊമസ്റ്റിക് കൺസ്ട്രെയിൻസും ഉണ്ടോ, അതല്ലെങ്കിൽ അവരുടെ ഫാമിലിയും ജോലിയും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല ജോലിയിൽ നിന്ന് പലരും വിട്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ജോലി കണ്ടെത്താൻ സാധിക്കാത്ത സയൻസിൽ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ PhD എല്ലാം കഴിഞ്ഞ ലേഡീസിന് അവരുടേതായ രീതിയിൽ ഒരു ഇൻകം കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതായത് അവർ പഠിച്ച സയൻസ് വെറുതെ ആവരുത്, അതുകൊണ്ട് അവർക്കൊരു വാസ്റ്റ് കരിയർ ബിൽഡപ്പ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുന്നേ നടത്തിയ പ്രോഗ്രാമുകളിലെല്ലാം കൂടിയിട്ടായിട്ട് ഏകദേശം ഒരു 850ഓളം വനിതകളെ ഇവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 60% ലേഡീസും ഇത് അവരുടെ ഒരു ജീവിതമാർഗമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതായത് പലരും ഇതിന് ശേഷം ഒരു ഓൺട്രപ്രണേഴ്സ് ആയിട്ടുണ്ട്. ഇതല്ലെങ്കിൽ തന്നെ നിങ്ങൾ IPR ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും നല്ല റെപ്യൂട്ടഡ് കമ്പനീസിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാം. IPR എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ഭൗതിക സ്വത്തവകാശത്തെ കുറിച്ചാണ് IPR ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഒരു ക്രിയേഷൻ, അതിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പേറ്റന്റ് എടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ലിറ്റററി വർക്കോ അതല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വർക്കോ അതിൻ്റെ എല്ലാം കോപ്പിറൈറ്റ് എടുക്കുക. അതുകൂടാതെ ട്രേഡ് മാർക്സ്, അതായത് നമ്മളുടെ ഗുഡ്സിനെ ബാക്കിയുള്ള ഗുഡ്സിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടേതായ ഒരു ട്രേഡ് മാർക്ക് നമ്മൾ സൃഷ്ടിക്കുക. അതുകൂടാതെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻസുകൾ നമ്മൾ ചെയ്യുക. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, അതായത് നമ്മളിപ്പോൾ പറയുന്ന പോലെ തന്നെ കാഞ്ചീപുരം സാരി, അങ്ങനെ ആ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് വരുന്ന പ്രോഡക്ട്സ്, ഇതിനെല്ലാം തന്നെ IPR കീഴിൽ വരുന്ന സബ്ജക്ട്സുകളാണ്. അപ്പോൾ ഇതിന് എല്ലാവർക്കും തന്നെ ഇത് എങ്ങനെയാണ് നമ്മളൊരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സാധനത്തിന് കോപ്പിറൈറ്റ് എടുക്കുക, അതല്ലെങ്കിൽ പേറ്റന്റ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിവുണ്ടാവണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഫീൽഡിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് കഴിഞ്ഞ വനിതകൾക്ക് വേണ്ടിയിട്ട് 1 year ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് അവർ നൽകുന്നത്. അപ്പോൾ ഇനി ഇതിൽ താല്പര്യമുള്ളവർക്ക് വീഡിയോ തുടർന്ന് കേട്ടാൽ എങ്ങനെയാണ് ഇതിന്റെ നമ്മൾ അപ്ലൈ ചെയ്യാമെന്നും അതുപോലെ ആർക്കൊക്കെയാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉള്ളതെന്നും എത്രയാണ് ഇതിന്റെ സ്റ്റൈഫൻ ഡീറ്റെയിൽസ് എന്നും ട്രെയിനിങ് എങ്ങനെയാണെന്നും ഉള്ളതിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുകൂടാതെ നിങ്ങളൊരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു മാസ്റ്റർ ഓഫ് സയൻസ് ഹോൾഡർ ആയിരിക്കണം. അതല്ലെങ്കിൽ ബാച്ചിലർ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി അല്ലെങ്കിൽ MBBS MPharm അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. പിന്നെ ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം 25 years, മാക്സിമം 45 years ആണ്. അത് ആസ് ഓൺ 1/12/2024 ആണ്. ഇതുകൂടാതെ കുറച്ച് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റാബേസ്, അതിൻ്റെ കളക്ഷൻ, കൊളേഷൻ, അനാലിസിസ് ആൻഡ് റിപ്പോർട്ട് പ്രിപ്പറേഷന് നിങ്ങൾക്ക് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. സെക്കൻഡ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് IPR വേരിയസ് ആസ്പെക്ട്സും അതുപോലെ തന്നെ ഇഷ്യൂസും അത് അറിയാനും അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വേണം. തേർഡ് ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നത് എക്സ്പീരിയൻസ് ഇൻ റിസർച്ച്, പ്രിപ്പറേഷൻ ഓഫ് പ്രോജക്ട്സ്, ടേം പേപ്പേഴ്സ് ആൻഡ് സിമിലർ ആക്ടിവിറ്റീസ്. ഇതിലെല്ലാം എക്സ്പീരിയൻസും ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു. ഇനി ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നും കൂടെ നമുക്ക് നോക്കാം. അതായത് വുമൺ ഇൻ പെർമനന്റ് പൊസിഷൻ, അതായത് നിങ്ങൾ പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് നിങ്ങൾ ഈ ട്രെയിനിങ് ഇതിനു മുന്നേ പാർഷ്യലായിട്ടോ അതല്ലെങ്കിൽ ഫുള്ളായിട്ടോ ചെയ്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ട്രെയിനിങ് അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വീണ്ടും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. ഇത് 1 year ട്രെയിനിങ് ആണ് ഇവർ നിങ്ങൾക്ക് തരിക. ഈ 1 year ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ലഭിക്കും. ഈ സ്റ്റൈഫൻഡ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്. അപ്പൊ ഓരോ ക്വാളിഫിക്കേഷനുള്ള സ്റ്റൈഫൻഡ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. MSc in Basic or Applied Sciences, BTech,
അതല്ലെങ്കിൽ MBBS അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പെർ മന്ത് കിട്ടുന്ന സ്റ്റൈഫൻഡ് 30,000 rupees ആണ്. ഇനി MPhil, MTech, MPharm, MVSc ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കിട്ടുന്നത് 35,000 rupees പെർ മന്ത് ആണ്. ഇനി PhD ഇൻ ബേസിക് ഓർ അപ്ലൈഡ് സയൻസസ് അതല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നത് 40,000 rupees ആണ് പെർ മന്ത്. ഇത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതിൻ്റെ വെബ്സൈറ്റ് TIFAC.org.in എന്നാണ്. അതല്ലെങ്കിൽ wisekirinipr.org ഈ 2 സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. അതൊരു ഓൾ ഇന്ത്യ ബേസിസിൽ നടത്തുന്ന എക്സാമിനേഷൻ ആയിരിക്കും. ഓൺലൈൻ എക്സാമിനേഷന് 2 സെന്റേഴ്സ് അവർ പറയുന്നുണ്ട്. അതായത് ഫിക്സഡ് സെന്റേഴ്സും ഉണ്ട്, അതല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് സെന്റേഴ്സും ഉണ്ട്. ഫിക്സഡ് സെന്റേഴ്സ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്തായാലും എക്സാമിനേഷൻ നടത്തുന്ന ഒരു സെന്റേഴ്സ് ആയിരിക്കും. പിന്നെ ആപ്ലിക്കൻസ് കൂടുതലുണ്ടെങ്കിലായിരിക്കും ഫ്ലോട്ടിംഗ് സെന്റേഴ്സിലും വെച്ചിട്ട് ഒരു ഓൺലൈൻ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഫിക്സഡ് സെന്റർ ആയിട്ട് ട്രിവാൻഡ്രമാണ് ഉള്ളത്. അതുകൂടാതെ കൊച്ചിയിൽ ഒരു ഫ്ലോട്ടിംഗ് സെന്റർ ഉണ്ട്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് നിങ്ങൾ സെന്റേഴ്സ് ചൂസ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഫിക്സഡ് സെന്റർ ചൂസ് ചെയ്യണം. അതുകൂടാതെ ഫ്ലോട്ടിംഗ് സെന്റേഴ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ടെസ്റ്റ് 2 സെക്ഷനായിട്ടാണ് നടക്കുക. സെക്ഷൻ എയും അതുപോലെ തന്നെ സെക്ഷൻ ബിയും. 2 hours-ന്റെ ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണിത്. ഒരു സെക്ഷൻ എ ഒരു ജനറൽ ടെസ്റ്റ് ആണ്. 60 questions ആണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ്, IPR ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതൊക്കെയാണ് സെക്ഷൻ എയിൽ കവർ ചെയ്യുന്നത്. സെക്ഷൻ ബിയിൽ കവർ ചെയ്യുന്നത് ഓരോ സബ്ജക്ട് സ്പെസിഫിക് ടോപ്പിക്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ഈ സയൻസിന്റെ തന്നെ പല മേഖലകളിലുള്ള കുട്ടികൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫീൽഡ് ഏതാണോ ആ ഫീൽഡിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഒരു 7 ഡിഫറെൻറ്റ് ഹെഡ്സ് ഇവർ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റിൽ വരുന്നത് കെമിസ്ട്രി ആൻഡ് കെമിക്കൽ സയൻസ്, സെക്കൻഡ് കാറ്റഗറിയിൽ ഫുഡ്, ഡ്രഗ്സ് ആൻഡ് ഫാർമ, തേർഡ് കാറ്റഗറിയിൽ ലൈഫ് സയൻസസ് ആൻഡ് ബയോടെക്നോളജി, ഫോർത്ത് കാറ്റഗറിയിൽ വരുന്നത് മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ്. അടുത്ത 5th കാറ്റഗറിയിൽ വരുന്നത് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. 6th കാറ്റഗറിയിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, IT ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. 7th കാറ്റഗറിയിൽ വരുന്നത് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ടെക്നോളജി. ഈ നേരത്തെ കവർ ചെയ്യാത്ത ഡൊമൈൻസിലുള്ള കാറ്റഗറിയാണ് അതേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചോയ്സ് ഏതാണോ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. +2, UG, PG ഈ എല്ലാ ലെവലിലെയും ഒരു മിക്സ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ, സെക്കൻഡ് പേപ്പർ. ഓരോ കറക്റ്റ് ആൻസറിനും 1 മാർക്ക് കിട്ടും. 0.25 മാർക്സ് റോങ് ആൻസറിന് ഡിഡക്ട് ചെയ്യും. ഇനി ഞാൻ പറഞ്ഞു ഇതൊരു 1 year പ്രോഗ്രാം ആണ്. അതിൽ 1 month ഇന്റൻസീവ് IPR റിലേറ്റഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരിക്കും. അത് നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരിക്കും. അതിനുശേഷമാണ് നിങ്ങൾക്ക് ബാക്കി 11 months-ഓളം നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഉണ്ടാവും, അതല്ലാതെ വർക്ക്ഷോപ്സും ഉണ്ടാവും. 1 month ഓറിയന്റേഷൻ പ്രോഗ്രാം നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇവരുടെ വേറെ സെന്റേഴ്സ് ഉണ്ട്. അതായത് ഒരു 5ഓളം സെന്റേഴ്സ് ഉണ്ട്. ആ സെന്റേഴ്സിൽ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതിൽ നിങ്ങൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിയൽ ടൈം ഒരു ട്രെയിനിങ് ആണ് അവർ തരിക. അതായത് ഗവൺമെന്റ് ഏജൻസീസ് IPR റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കും നിങ്ങളെ അവർ ഇൻഡക്ട് ചെയ്യുക. അതുപോലെ തന്നെ പല അറ്റോർണീസും ഉണ്ട് ഈ IPR റിലേറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ. അവരുടെ കീഴിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് വിടും. അതുകൂടാതെ വേറെ നോളജ് പ്രോസസ്സിംഗ് ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഈ കോർഡിനേഷൻ സെന്റേഴ്സിന്റെ ഇൻ ആൻഡ് അറൗണ്ട് ഉള്ള കമ്പനീസ് ഈ IPR റിലേറ്റഡ് മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്ന അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് തരിക. അതുകൂടാതെ നിങ്ങൾ പേറ്റന്റ് ഡ്രാഫ്റ്റിങ്ങിനും അതുപോലെ പേറ്റന്റ് സെർച്ചസിനും അങ്ങനെ ഡിഫറെന്റ് ഫോംസ് ഓഫ് IPR-ൽ നിങ്ങൾക്ക് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് എവിടേക്കാണ് ഇവരുടെ കോർഡിനേഷൻ സെന്റേഴ്സ് ഉള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ ന്യൂഡൽഹിയിലുണ്ട്, പിന്നെ ഉള്ളത് പൂനെയിലാണ്, പിന്നെ ബാംഗ്ലൂരിലുണ്ട്, കൂടാതെ ഖരഗ്പൂരിലുണ്ട്, പിന്നെ ആസാമിലെ ഗുവാഹട്ടിയിലുണ്ട്. അപ്പോൾ ഈ 5 സെന്റേഴ്സാണ് ഇവരുടെ കോർഡിനേഷൻ സെന്റേഴ്സ്. ഒരു IPR ഒരു കരിയർ പെർസ്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം.
ശരിക്കും പറഞ്ഞാൽ ഈ IPR എന്ന് പറയുന്നത് നല്ലൊരു ഫീൽഡാണ്. അധികം ആൾക്കാർ കടന്നു ചെല്ലാത്തൊരു ഫീൽഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് ഈ IPR എന്ന് പറയുന്നത്. നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ആർക്കെങ്കിലും ഇതിൽ അപ്പോയിൻമെന്റ് കിട്ടുകയാണെങ്കിൽ ദയവായി കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത തലമുറയ്ക്ക് മുതൽ പ്രചോദനമാകട്ടെ. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് January 15th, 2025 ആണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാവുന്നതാണ്. എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാനതിന് റിപ്ലൈ തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.